ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ചില കാര്യങ്ങൾ ചെയ്യാത്തതിന് നമ്മെ വഴക്ക് പറയുന്ന നമ്മുടെ മാതാപിതാക്കളോടോ അധ്യാപകരോടോ നാം എപ്പോഴും പറയുന്ന മറുപടി എനിക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് എന്നായിരിക്കും. ഇതിൽ പറഞ്ഞ കാര്യം മനസ്സിലാകാത്തത് കൊണ്ടല്ല, മറിച്ച് പറഞ്ഞ കാര്യം അനുസരിക്കാനും അംഗീകരിക്കാനുമുള്ള മനസ്സിൻ്റെ മടിയാണ് നമ്മെ അക്കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം വിചിന്തനത്തിനായി സഭാമാതാവ് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വാക്യങ്ങളാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ക്രിസ്തുവാണെന്ന അറിവ് ശിഷ്യർക്ക് നന്നായി മനസ്സിലായിരുന്നു. എന്നാൽ വചനം ആവശ്യപ്പെടുന്ന ഒരു ആന്തരിക സമർപ്പണത്തിന് അവർ തയ്യാറായില്ല. മാത്രമല്ല, പലരും യേശുവിനെ വിട്ടുപോയി. അനേകായിരം പേർ തിങ്ങിക്കൂടിയ യേശുവിന് ചുറ്റും കുരിശിൻ്റെ സഹനവേദനകളിലേക്ക് നീങ്ങുന്ന നേരത്തെ ആരാരുമില്ലാത്ത അവസ്ഥ. എന്നാൽ ഇവിടെ നാം കാണേണ്ടത് 12 ശിഷ്യരുടെ ദൃഢനിശ്ചയമാണ്. അതിലുപരി പത്രോസിൻ്റെ മനോഹരമായ ഒരു വിശ്വാസ സാക്ഷ്യമാണ്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവമക്കളായ നാം അവിടുത്തെ പുത്രനായ ഈശോയിൽ കൂടുതൽ വിശ്വസിച്ച്, കൂടുതൽ അറിഞ്ഞ്, കൂടുതൽ സ്നേഹിച്ച് നിത്യജീവനിലേക്ക് കടന്നു ചെല്ലണം. കാരണം അവൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഏതു തകർച്ചയിലും തളർച്ചയിലും ചിറക് വിരിച്ച് പറന്നുയരാൻ വചനം നമുക്ക് ഊർജം പകരും. അവിടുന്ന് നമ്മോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. കൂടെ നടക്കുന്ന കൂട്ടുകാരനെ പോലെ ഈശോ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ശുഭദിനം. സ്നേഹം.